ഗവർണറെ തടയുമെന്നാണ് SFIക്കാരും DYFIക്കാരും പറയുന്നത്. സർക്കാരാണ് പറയുന്നു ഈ ഭരണഘടന അംഗീകരിക്കാത്ത ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഗവർണറും സർക്കാരും അല്ലെങ്കിൽ ഗവർണറും പിണറായിയും തമ്മിലുള്ള ഒരു ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. സംഘർഷം പതുക്കെ തെരുവിലേക്ക് മാറുകയാണ്. തിരഞ്ഞെടുപ്പിന് കഷ്ടിച്ചൊരു വർഷം മാത്രം. അതിനിടയ്ക്ക് ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവർണറും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും തമ്മിൽ അല്ലെങ്കിൽ സർക്കാരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായാൽ ആര് ജയിക്കും? അല്ലേ, ഇതിനകത്ത് ജയവും തോൽവിയിലേക്കും വരുന്നതിന് മുൻപ് ഇവരെല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഭരണഘടന സംരക്ഷിക്കാനാണ്. അതെ ആണല്ലോ. കോൺഗ്രസിൻ്റെ നേതാവാണെങ്കിൽ ഭരണഘടനയും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതെ അദ്ദേഹം ഉണ്ണുന്നതും ഉറങ്ങുന്നതും. പക്ഷേ ആ കൊച്ചു പുസ്തകത്തിന് കവർ മാത്രമേ ഉള്ളൂ, അകത്ത് വെള്ള പേപ്പറാണെന്ന് പറയുന്നത്. അല്ല, അത് വായിക്കാണ്ടല്ലോ. അപ്പോൾ ഈ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഈ പുസ്തകം പോക്കറ്റിലിട്ടിട്ടാണെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. നമുക്കറിയില്ല, സത്യമായിരിക്കും, കോൺഗ്രസ്സുകാരല്ലേ പറയുന്നത്. അപ്പോൾ സത്യമാകാനാണ് സാധ്യത അവരുടെ നേതാവിനെ കുറിച്ച്. ഈ ഭരണഘടനയിലുള്ള ഒരു പദവിയാണ് ഗവർണർ. അതെന്താണെന്ന് വെച്ചാൽ ഇത് യൂണിറ്ററി സിസ്റ്റത്തിലാണ് ഇത് നിൽക്കുന്നത്. കാരണം സംസ്ഥാനങ്ങൾ സ്വമേധയായി ചേർന്ന് ഉണ്ടാക്കിയതല്ല, കേന്ദ്രം സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടൊരു സംസ്ഥാനത്തെ മാറ്റണമെന്നുണ്ടെങ്കിലും ഒരു സംസ്ഥാനത്തെ വിഭജിക്കണമെന്നുണ്ടെങ്കിലും അതെല്ലാം സമ്പൂർണ്ണമായി കേന്ദ്രത്തിൻ്റെ അധികാരത്തിലുള്ളതാണ്. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ അധികാരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സോവർണിറ്റി, പരമാധികാരം നിലനിൽക്കുന്നത്. ആ പരമാധികാരം സംരക്ഷിക്കപ്പെടണം ഭരണഘടനാപരമായിട്ട്. ആ ഭരണഘടനാപരമായിട്ടുള്ള പരമാധികാരം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും സൈന്യത്തിൻ്റെയും അധിപനായിട്ട് ഗവർണറെ വെച്ചിരിക്കുന്നത്. ഇവരുടെ ധാരണ ഗവർണർ ലെജിസ്ലേച്ചർ ഗവർണറുടെ അധികാര പരിധിയിൽ ഒന്ന് മാത്രമാണ്, അദ്ദേഹത്തിന് വേറെയും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് ജസ്റ്റിസ് പോയിട്ട് ഗവർണറുടെ മുമ്പിൽ പോയി ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വേണം വരാനായിട്ട്. കാരണം അദ്ദേഹം ജുഡീഷ്യറിയുടെയും ഹെഡാണ്, നോമിനൽ ഹെഡാണ്. ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ജുഡീഷ്യറിയുടെ എപ്രകാരമാണോ സുപ്രീം കോടതിയുടെ അധികാര പരിധി പ്രസിഡന്റിൻ്റെ അധികാരം വരുന്നത്, അതുപോലെയാണ് സ്റ്റേറ്റിൽ ഗവർണർ വരുന്നത്. അദ്ദേഹം മിലിറ്ററിയുടെ ചീഫ് കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പദവി വിഭാവനം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളാണ്. ഇത് വേണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഗഹനമായ വിശദമായ ചർച്ച നടന്ന് ആ ചർച്ചയുടെ അവസാനത്തിൽ ഇത് വേണം എന്ന് തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവർ ഭരണഘടനയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഗവർണറുടെ പദവിയെ അംഗീകരിക്കുകയും ആദരിക്കുകയും വേണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ ചിത്രങ്ങൾ ഗവർണർ സംഘടിപ്പിക്കുന്ന ഒരു യോഗത്തിൽ വെക്കാം എന്നത് സംബന്ധിച്ച് ഭരണഘടന ഒന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും തരത്തിലൊരു നിയമം ഉണ്ടോ എന്നും എനിക്കറിയില്ല. ഇന്ന ചിത്രങ്ങളെ വെക്കാനൊന്നുമില്ല, ഒരു നിയമവുമില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോട്ടോക്കോൾ എഴുതി ഉണ്ടാക്കണം, അതും അറിയില്ല. അപ്പോൾ പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ചിത്രം വെക്കുന്നത് ആ ചിത്രം എന്തായിരിക്കണം, അതിൻ്റെ മോഡ് ഓഫ് മീറ്റിംഗ് എന്തായിരിക്കണം, ഇൻട്രസ്റ്റ് എന്തായിരിക്കണം, അല്ല അതിൻ്റെ മോഡ് ഓഫ് മീറ്റിംഗ് എന്തായിരിക്കണം, ആര് എന്തൊക്കെ എവിടെയൊക്കെ എന്ന് രാജ്ഭവനിൽ നടക്കുമ്പോൾ അത് തീരുമാനിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അസംബ്ലിയിൽ ഗവർണർ വന്നിട്ട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അതിന് റൂൾസ് ഓഫ് പ്രൊസീജിയറുണ്ട്. ആ റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ചിട്ടേ ചെയ്യാനും പറ്റുള്ളൂ. പക്ഷേ ഗവർണർ അദ്ദേഹത്തിൻ്റെ അധീനതയിൽ സംഘടിപ്പിക്കുന്ന ഒരു യോഗത്തിൽ ആരുടെ ചിത്രം വെക്കണം വെക്കരുത് എന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ഗവർണർക്കാണ്. ഇനി ഗവർണർ അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിം തീവ്രവാദികൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് അഭിപ്രായ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാവിക്കൊടി പിടിച്ച ഭാരതാംബ പറ്റില്ല. മുസ്ലിം തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ശരീഅത്ത് നിയമപ്രകാരം ഒരു ബിംബവും ആരാധിക്കപ്പെടുന്നത് ശരിയല്ല. കാരണം അവർ ബിംബാരാധനയെ എതിർക്കുന്നവരാണ്. ബിംബാരാധനയെ എതിർക്കുന്നവർ അവർ പറയുന്നത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, ആർക്കും ഒരു വിരോധമില്ല. പക്ഷെ ശരീഅത്ത് നിയമം നടപ്പിലാക്കുമ്പോൾ മതി.
ഇപ്പോൾ ഭരണഘടന അനുസരിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഭരണഘടന അനുസരിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് ഇവർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം ഭാരതാംബ പറ്റില്ല എന്ന് മുസ്ലിം തീവ്രവാദികളോടൊപ്പം ചേർന്ന് പറഞ്ഞെങ്കിലും പിന്നെ പറഞ്ഞ് ഭാരതാംബയ്ക്ക് കുഴപ്പമില്ല, കാവിക്കൊടിക്കാണ് കുഴപ്പമെന്ന് പറഞ്ഞു. കാവിക്കൊടി ഏന്തിയ കാവി അത്ര വലിയ അപകടം പിടിച്ചൊരു നിറമല്ലല്ലോ. ചുമപ്പിനേക്കാൾ അപകടം എന്തായാലും കാവിക്കില്ലല്ലോ, ഇല്ല. അപ്പോൾ കാവി ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു നിറം കൂടിയാണ് കാവി. കാരണം അത് നിഷ്കാമകർമ്മത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. അങ്ങനെയുള്ള ഒരു കാവിക്കൊടി പിടിച്ച് ഈ സർവം സഹയായ ഭൂമിയുടെ ഒരു ചിഹ്നം എന്ന നിലക്ക്, ഒരു മെറ്റഫർ എന്ന നിലക്ക് നിൽക്കുകയാണ്. അത് വേണ്ട എന്നാണ് ഇവർ പറയുന്നത്. അത് വേണ്ട എന്ന് ഇവർക്ക് പറയാനായിട്ട് ഇവർക്ക് അവകാശമില്ല. ഇനി ഇതിൻ്റെ മൂലകാരണം ഇതല്ല. മൂലകാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ രംഗം, സാംസ്കാരിക രംഗം, ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പിടിയിലിരിക്കണം. ഇപ്പോൾ ഈ പ്രാവശ്യം ഇന്നിപ്പോൾ കുറേ പേർക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കമ്മ്യൂണിസ്റ്റ് ഇല്ലാത്ത ഒരാളുമില്ല. എം സ്വരാജിന് വരെയുണ്ട്. എം സ്വരാജിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് വായിച്ചേ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ പുസ്തകം ഈ കൊല്ലത്തെ ഈ പരിഗണനയിൽ വരുമോ എന്ന് പോലും സംശയമാണ്. അതെ അതെ. കാരണം കഴിഞ്ഞ ഡിസംബർ വരെയുള്ള പുസ്തകമാണ് പരിഗണിക്കാറുള്ളത്. പക്ഷെ കൊടുത്തു. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം ഉള്ളതാണ് ഈ സാംസ്കാരിക പരിപാടികളൊക്കെ. ഇത് അവിടെ സച്ചിദാനന്ദൻ ഇരുന്നുകൊണ്ടാണ് ചെയ്യണതെന്നും കൂടി മനസ്സിലാക്കണം. സച്ചിദാനന്ദനെ പോലെ ഇക്കാര്യത്തിൽ ഇത്ര ഹീനമായ രീതിയിൽ സെക്ടേറിയൻ മനോഭാവം ഉള്ള ഒരാൾ വേറെ ഇല്ല. അത് പോയിക്കോട്ടെ. അതുപോലെ തന്നെയാണ് അക്കാദമിക രംഗം. അക്കാദമിക രംഗത്ത് എല്ലാവരും മാർക്സിസ്റ്റ് പക്ഷപാതികളായിട്ടുള്ളവരെ പാടുള്ളൂ എന്നവർക്ക് ശാഠ്യമുണ്ട്. കണ്ണൂർ രാജനെ വെച്ച് മാർക്സിസ്റ്റുകാരനായിരുന്നു. ഇവിടെ എന്താണ് ആ ഡോക്ടറെ വെച്ചു കോട്ടയത്ത്, ശാസ്ത്ര സാഹിത്യം, ഇക്ബാൽ, ഡോക്ടർ ഇക്ബാലിനെ നേരത്തെ ഡോക്ടർ ബി ഇക്ബാലിനെ കോട്ടയത്തല്ല വെച്ചത്, തിരുവനന്തപുരത്ത്, കോഴിക്കോട്, മറ്റേ കേരള യൂണിവേഴ്സിറ്റിയിൽ വെച്ചു. കാലടി യൂണിവേഴ്സിറ്റിയിൽ KN മണിക്കരെ വെച്ചു. ഇങ്ങനെ നിങ്ങൾ എവിടെ വേണമെങ്കിലും എടുത്തു നോക്കിയോ, എല്ലായിടത്തും മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ളവരെ വച്ച സമയത്ത് ഇവർക്ക് രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയമായിരിക്കണം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ രാഷ്ട്രീയ പക്ഷപാതിത്വം പുലർത്തുന്ന KN പണിക്കരെ പോലെ, ബി ഇക്ബാലിനെ പോലെ, കെ രാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നോന്ന്, രാജനെ പോലെ, ഇങ്ങനെയുള്ള രാജൻ ഗുരുക്കളെ പോലെ ഇങ്ങനെയുള്ളവരെയൊക്കെ വൈസ് ചാൻസലർമാരാക്കി വെക്കുന്നത് തീർത്തും ശരിയാണ് എന്നാണ് പറയണ. അതിനകത്ത് രാഷ്ട്രീയ പക്ഷപാതിത്വമൊന്നുമില്ല. പക്ഷെ അവരുടെ രാഷ്ട്രീയം അല്ലാത്തവരാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ്, അവരെതിർക്കും. അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആൾ അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കണം. അങ്ങനെ കീഴ്പ്പെട്ടില്ലെങ്കിൽ പെൻഷൻ തരിക്കില്ല. ഉദാഹരണം ഞാൻ തന്നെയാണ്. 2008 ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി, ഞാൻ വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് എൻ്റെ വളണ്ടറി റിട്ടയർമെൻറ്റ് ഹൈക്കോടതി അംഗീകരിച്ചും തന്നു. പെൻഷൻ തരില്ല എന്ന് പറഞ്ഞു. ശ്രീ തോമസ് ഐസക്, MA ബേബി, KM എബ്രഹാം തുടങ്ങി, പിന്നെ ഒരു ജോയി ഉണ്ടായിരുന്നു, പിന്നീട് ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഈ ക്രൈസ്തവ സഹോദരന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ടായിരുന്നു പെൻഷൻ നിഷേധിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. 4 ക്രൈസ്തവ സഹോദരന്മാരാണ്. ഡോക്ടർ ജോയ്, ഡോക്ടർ എബ്രഹാം, ഡോക്ടർ തോമസ് ഐസക് ആൻഡ് MA ബേബി, ഇത്രയും പേര് ഒരുമിച്ച് ചേർന്നിട്ടാണ്. ഞാൻ ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് വഴങ്ങിയില്ല എന്നുള്ളതാണ്. വഴങ്ങിയില്ലെങ്കിൽ അവർ മെക്കിട്ട് കയറും, ആരുടെ ആയാലും. ഇവിടെ വരുന്ന ഗവർണറെ ഭീഷണിപ്പെടുത്തി നോക്കി, ശരിയല്ലേ? ഭീഷണിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഉടനെ തന്നെ എന്താ വെച്ചാൽ ഈ കുട്ടിച്ചാത്തന്മാരെ വിടുന്ന രീതിയിലാണ് SFIക്കാർ അഴിച്ചു വിടുന്നത്. ശിവൻ്റെ ഭൂതഗണങ്ങളുണ്ടല്ലോ, ആ ഭൂതഗണങ്ങൾ ആക്രമിക്കാൻ പോകുന്ന രീതിയിലാണ്. ഭൂതഗണങ്ങൾക്കൊക്കെ ഒരു വിശുദ്ധിയുണ്ടല്ലേ ഇവർക്ക്. ഈ കുട്ടിച്ചാത്തന്മാരെ ഇങ്ങനെ നേരെ ഇറക്കി വിടുകയാണ്. കുട്ടിച്ചാത്തന്മാരും ആരാധ്യരാണ്. ഇവർ നേരെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ
ഇവർ പോയിട്ട് ഗവർണറുടെ വെല്ലുവിളിക്കുക, അത് ശരിയല്ല. ഗവർണർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ, നമുക്ക് ഈ കാര്യത്തിൽ സംവാദമാകാം, പക്ഷേ ഇവിടെ വരാനേ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കൂല. അതായത് ഞങ്ങളോട് ഒപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ ഗവർണർ അദ്ദേഹം ചാൻസലറായിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പാടില്ല എന്ന് SFI പറഞ്ഞാൽ അത് അംഗീകരിച്ച് കൊടുക്കണമെന്ന് ശിവൻകുട്ടിക്ക് പറയാൻ പറ്റും, ബിന്ദുവിനും പറയാൻ പറ്റും. തലക്കകത്ത് ആൾതാമസമുള്ളവർക്ക് പറയാൻ പറ്റില്ല, കാരണം അയുക്തികമാണത്. ഇപ്പം ഇവർ പറയണതാണല്ലോ. പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസലർക്ക് ഒരു സർവകലാശാലയിൽ പ്രവേശിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആര് പ്രവേശിക്കണം? ചോദ്യമില്ലേ? പിന്നെ ആര് പ്രവേശിക്കണം? ചാൻസലർക്ക് പ്രവേശനം കൊടുക്കില്ല, പിന്നെ ആരാണ് അവിടെ? ആര് പ്രവേശിക്കണ്ട എന്ന് എത്തപ്പയ്യാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പോരാട്ടം തുടരും. അല്ല, അതിപ്പോൾ ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പ്രശ്നം ഇരിക്കുകയാണല്ലോ, ഗവർണർ വൈസ് ചാൻസലർമാരുടെ നിയമനം. മിക്കവാറും സർവകലാശാലയ്ക്ക് VC മാരില്ല. 12 സർവകലാശാലകളിൽ VC-മാരില്ല, 12 എണ്ണത്തിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നില്ല. കമ്മിറ്റി UGC നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. UGC നിയമം നടപ്പിലാക്കണമെന്ന് ഗവർണറും പറയുന്നു. ഈ കാര്യത്തിൽ കോടതി എന്താ പറയട്ടെ? സുപ്രീം കോടതിയാണെങ്കിൽ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു വൈസ് ചാൻസലർമാരെയും മറ്റും നിശ്ചയിക്കേണ്ടത് UGC നിയമപ്രകാരമാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കേരള ഹൈക്കോടതിയിൽ വരുമ്പോൾ അത് മാറുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അതുവരെ ഗവർണറെ രാജ്ഭവനിൽ ഇരുത്താം എന്ന് കരുതിയാൽ ഇവർക്ക് തെറ്റിപ്പോകും. കാരണം ഇവർ വിചാരിച്ച ആളല്ല ഗവർണർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.